നമസ്തേ ഭഗവാൻ. ഞാനിന്ന് വളരെയധികം സന്തോഷമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശാന്തി ചെയ്യുന്ന നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികളും അവിടുത്തെ ഗ്രാമവാസികളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 50-51 പേരുണ്ട്. നമ്മൾ കൊട്ടിയൂരിലേക്ക് യാത്ര പോവുകയാണ്. എന്തെന്ന് അറിയാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു യാത്ര പോവുക, അതിൻ്റെ അനുഭവം ഒന്ന് വേറെ തന്നെയായിരിക്കും. അപ്പോൾ ആ യാത്രയിൽ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. എന്താ പിന്നെ പോയല്ലേ? വൈശാഖോത്സവത്തോടനുബന്ധിച്ച് കൊട്ടിയൂർ പെരുമാളിനെ കാണാൻ ഞങ്ങളെല്ലാവരും മണ്ണാർമല ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് കൊട്ടിയൂരിൻ്റെ പുണ്യഭൂമിയിൽ വന്നിറങ്ങി. അങ്ങനെ നമ്മൾ കൊട്ടിയൂർ പെരുമാളിൻ്റെ തിരുസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും അവിടെ എത്തിയപ്പോൾ ഏകദേശം പുലർച്ചെ 3:30-4 മണിയോളം ആയി കഴിഞ്ഞു. അന്നേ ദിവസമാണെങ്കിലോ നല്ല മഴയായിരുന്നു. ഞങ്ങളെല്ലാവരും ചെരുപ്പുകളൊക്കെ വാഹനത്തിൽ വച്ചിട്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. ഇറങ്ങിയപ്പോഴുണ്ടല്ലോ മഴയൊക്കെ പെയ്തിട്ട് അവിടെ മാകെ മൊത്തം ചെളിയായിരുന്നു. പലവർക്കും ചെളിയിൽ ചവിട്ടാനൊക്കെ വലിയൊരു മടി കാണിച്ചു. എങ്കിലും പെരുമാളിൻ്റെ ഈ പുണ്യഭൂമിയിൽ ചവിട്ടിയാൽ ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരും അതെല്ലാം മറന്നിട്ട് നമ്മളെല്ലാവരും അതിലേക്കങ്ങ് ഇറങ്ങി. ഭൂമി മാതാവിൻ്റെ നെറുകിലാണ് ഇറങ്ങുന്നുള്ളൊരു സങ്കല്പത്തോടു കൂടി നമ്മൾ ഇറങ്ങി. പെരുമാളിനെ കാണാൻ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളെല്ലാവരും ബാവലിപ്പുഴയുടെ തീരത്തേക്ക് നീങ്ങി. നമ്മളെത്തിയപ്പോൾ അതിരാവിലെ ആയിരുന്നു. സമയം ഏകദേശം ഒരു 3:30-4 മണിയാവും. പുഴയിലാണെങ്കിൽ ഗംഭീര കുത്തൊഴുക്കുണ്ട്. എങ്ങനെയാണെന്നൊരു പിടിയില്ല. കാണിച്ചു തരാവേ. ജസ്റ്റ് ഒന്ന് മുങ്ങാനേ പറ്റുള്ളൂ കേട്ടോ. പുഴയിൽ മുങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കലങ്ങലെ വെള്ളമാണ്. പേടിയുണ്ടോ? പുഴയിലേക്ക് പ്രവേശിക്കുകയാണ്. പുഴയിലാണെങ്കിലോ കുത്തൊഴുക്കുണ്ടായിരുന്നു. ആ പുഴയിൽ മുങ്ങിക്കുളിച്ചിട്ട് വേണം ക്ഷേത്ര ദർശനത്തിന് പോകേണ്ടത്. പുഴയിലെ വെള്ളം നല്ല കലങ്ങൽ വെള്ളമായതുകൊണ്ട് കുളിക്കാൻ എല്ലാവരും മടിക്കുന്നുണ്ട്. ഇതാണ് തീർത്ഥക്കുണ്ട്. നമ്മളെല്ലാവരും തൊഴുത് വലം വെച്ച് ഇറങ്ങി ഇപ്പുറത്ത് തീർത്ഥക്കുണ്ടിൽ വന്ന് എല്ലാവരും തീർത്ഥം സേവിച്ചു. ആവശ്യമുള്ളവർ ബോട്ടിലുമാക്കി വീട്ടിൽ കൊണ്ടുപോയി വീടിൻ്റെ അകത്തും പുറത്തും ഒക്കെ തളിക്കാനുള്ള ഒരു സങ്കല്പമായിരിക്കാം. കിട്ടിയ അവസരം പാഴാക്കിയില്ല. എല്ലാവരും ബോട്ടിലൊക്കെ തൊട്ട് താഴെ ബോട്ടിൽ തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു തുള്ളി പോലും പുറത്ത് പോകാൻ പാടില്ലെന്നാണ് അമ്മയുടെ വിചാരം.
കമാറക്കല്ലിന് തൊട്ടടുത്തായിട്ടാണ് കൂത്തമ്പലം കാണാറുള്ളത്. നമ്മളിവിടെ എത്തിയപ്പോൾ കൂത്ത് നടക്കുന്നുണ്ടായിരുന്നു. അത് കാണാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടി. ഭഗവാൻ അങ്ങനെ കൊട്ടിയൂർ പെരുമാളിൻ്റെ ദർശന പുണ്യം കഴിഞ്ഞു. നമ്മൾ ഇനി ഇക്കര കൊട്ടിയൂരിലേക്കാണ് ഇനി പോകേണ്ടത്. നമുക്ക് ഇവിടെ ബാവലിപ്പുഴയുടെ തീരത്തൂടെ വേണം നടന്നു പോകാൻ. അപ്പോൾ ബാവലിപ്പുഴയെ നന്നായിട്ട് മനോഹരമായിട്ട് അടുത്ത്, എത്രയും അടുത്ത് കാണാൻ പറ്റുമോ അത്രയും അടുത്ത് നമുക്ക് കാണാനുള്ള സൗഭാഗ്യം ഇവിടെ വന്നാൽ കാണാൻ കഴിയും. എല്ലാവരും അത് കണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ തന്നെയുണ്ട്. ആ പുഴയുടെ ഒരു എന്താ പറയുക, വശ്യതയും ആ ഭാവമൊക്കെ കാണേണ്ടത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തിയ സമയത്ത് പുഴയിൽ നല്ല വെള്ളം കൂടുതലുണ്ടായിരുന്നു. കാരണം മലയുടെ മുകളിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം പുഴയിൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതുപോലെ വെള്ളം നന്നായിട്ട് കലങ്ങിയിട്ടും ഉണ്ടായിരുന്നു. എല്ലാം ഒരു അനുഭവം തന്നെയാണ്. യാത്രയിൽ കിട്ടുന്ന ഓരോ അനുഭവവും നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ വളരെയധികം സന്തോഷമാണ്, അല്ലേ? കണ്ടോ, ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ കണ്ടോ? അയ്യവ, വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് ഭയങ്കര വെറുത്തുണ്ട്. ഇതെങ്ങാനും പെട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ കൂടെയുള്ള എല്ലാവരും പല സ്ഥലത്തും പല സ്ഥലങ്ങളിൽ പെട്ടിരിക്കുകയാണ്. നമ്മളെ കുറച്ച് പേരുണ്ട്, അതാണ് നമ്മളിപ്പോൾ കൂടെ ഉള്ളത്. ഇവിടെ പലരും വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് ഈ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. കാണിച്ചു തരാം കേട്ടോ. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഇക്കരെ കൊട്ടിയൂരിലേക്ക് വരുമ്പോൾ വഴിയരികിൽ ഓടപ്പൂക്കൾ കാണാം. എന്താണ് ഓടപ്പൂക്കൾ എന്നറിയോ? അതായത് വിശ്വാസപ്രകാരം യാഗവിഘ്നം വരുത്തിയ വീരഭദ്രനും സംഘവും ഭൃഗുമുനി അടക്കമുള്ള മഹർഷിമാരുടെ താടിയും ജടയൊക്കെ പിച്ച് ചീന്തിയെറിഞ്ഞു. ഇതാണ് ഓടപ്പൂ എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഓരോ വ്യക്തികളും ഈ ഓടപ്പൂ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നത്. സർവ്വ ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ റോഡ് സൈഡിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്തു. റോഡിൻ്റെ രണ്ട് സൈഡിലാണെങ്കിൽ ഒരുപാട് സാധന സാമഗ്രികളുണ്ട്. വാങ്ങിക്കാനും പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ നിരവധി സാധനങ്ങളുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള പലവരും പല സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുമുണ്ട്. എങ്കിലും അമ്പലപ്പറമ്പിലും അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിലൊക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുക, ചെന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുക, അതൊക്കെ ഒരു രസമുള്ള കാര്യം തന്നെയാണല്ലേ. നമ്മൾ അത് കഴിഞ്ഞ് ഏകദേശം അതിൻ്റെ പ്രധാന കവാടത്തിൻ്റെ ഭാഗത്തേക്ക് വരും. കണ്ടോ, ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ തൊഴുതിറങ്ങിയ അക്കരെ കൊട്ടിയൂർ. കണ്ടോ, അതിൻ്റെ പ്രവേശന കവാടമാണ് ഇത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കണ്ടോ ഇക്കരെ കൊട്ടിയൂർ. നമ്മളിനി ഇക്കരെ കൊട്ടിയൂരിലേക്കാണ് പോകുന്നത്. രണ്ട് സൈഡും വനങ്ങൾ പോലെ, അതായത് ഒരുപാട് വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
ഇതിവിടുത്തെ കാവാണ്. ആയില്യം കാവെന്നാണ് ഇതിന് പൊതുവേ പറയുന്ന പേര്. കാവിന് നേരെ ഓപ്പോസിറ്റായിട്ട് പ്രസാദങ്ങൾ വാങ്ങാനും അതുപോലെ വഴിപാടൊക്കെ നമുക്ക് ഷീട്ടാക്കാനും ഒക്കെയുള്ള ഒരു കൗണ്ടർ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഈ കാണുന്നതാണ് ആയില്യം കാവ്. ഇവിടെ എല്ലാവരും തൊഴുതിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. പക്ഷേ അകത്തേക്ക് പ്രവേശനമില്ല. കാല് കഴുകിയിട്ട് വേണം അവിടെ നിന്ന് തൊഴാൻ. ഭഗവാൻ അങ്ങനെ നമ്മൾ ഇക്കരെ കൊട്ടിയൂരും തൊഴുതു. ചേട്ടാ, നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് വന്നു. മനോഹരമായി ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു അല്ലേ? അതെ, മനോഹരമായി കഴിഞ്ഞു. തൊഴാൻ നന്നായി സാധിച്ചു. പക്ഷെ മഴ കുറച്ചുണ്ടായിരുന്നു, കുറച്ച് തിരക്ക് ജാസ്തിയാണ്. എങ്കിൽ കൂടി ഞങ്ങൾക്ക് സന്തോഷത്തോടെ ദർശനം കിട്ടിയിട്ടുണ്ട്. നല്ല സന്തോഷം. നമ്മളോടുള്ള യാത്ര എങ്ങനെയുണ്ട്? യാത്ര സുഖമായിരുന്നു. സുഖമാണോ? സുഖം. യാത്രയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇനി വരുമോ യാത്രയ്ക്ക്? ഇനി വരും. ശരി, നമുക്ക് ബസ്സിലേക്ക് പോവാം. നമ്മളെല്ലാവരും ഓടപ്പൂ വാങ്ങാൻ പോവുകയാണ്. ഓടപ്പൂ നമ്മൾ കൊട്ടിയൂർ കഴിഞ്ഞ് യാത്ര കഴിഞ്ഞു. എല്ലാം സമൃദ്ധമായിട്ട് ഭംഗിയോടുകൂടി കൊട്ടിയൂർ പെരുമാളിനെ കണ്ടു തൊഴുതു. അതിനുശേഷം നമ്മൾ പെർളശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. കണ്ണൂരിലാണ്. പെർളശ്ശേരി എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടൊരു ക്ഷേത്രത്തിൻ്റെ തിരുസന്നിധിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ എന്ന് പറയുന്നത് അതിനേക്കാൾ ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതായത് ത്രേതായുഗത്തിലാണ് ഈ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശ്രീരാമസ്വാമിയാണ് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ക്ഷേത്രത്തിൻ്റെ കുറച്ച് കാഴ്ചകളെ ഞാൻ കാണിച്ചു തരാം. ഉള്ളിലേക്ക് ക്യാമറയൊന്നും അലൗഡ് അല്ല, എങ്കിലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇതിൻ്റെ കുളം. വാസ്തുവിദ്യയിൽ വളരെ മനോഹരമായി പടവുകളുള്ള വളരെ ഗംഭീരമായിട്ടുള്ളൊരു കുളമാണിത്. നമുക്ക് കുളത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം. നമുക്ക് ആദ്യം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറാം. അതായത് ഈ പെർളശ്ശേരി എന്ന് പറയുന്ന ക്ഷേത്രം ത്രേതായുഗത്തിലാണ് നിർമ്മാണം ചെയ്തിട്ടുള്ളത്. ശ്രീരാമ ഭഗവാനാണ് ഇവിടെ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. ഭഗവാൻ ഇവിടെ വനവാസ സമയത്ത് സീതയെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഭഗവാൻ ഈ സ്ഥലത്തെത്തുകയും നമ്മുടെ മുരുകൻ ഭഗവാന്റെ സാന്നിധ്യം അറിയുകയും അങ്ങനെ ഇവിടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് മനസ്സിലുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിഗ്രഹത്തെ കിട്ടാനായിട്ട് ഹനുമാനെ വടക്ക് ദിശയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ പ്രതിഷ്ഠയ്ക്ക് ഒരു സമയമുണ്ടല്ലോ. ആ സമയം കഴിഞ്ഞപ്പോഴും ഹനുമാനെ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ തൻ്റെ ശരീരത്തിലുള്ള പെരുവല, അതായത് വലിയ വള എന്ന് പറയാം, അതിനെ പ്രതിഷ്ഠിച്ചു. അതാണ് പിന്നെ ലോപിച്ച് പെരുവലശ്ശേരി ആയി മാറിയത്. ശരിക്കും എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്. അപ്പോൾ ഹനുമാൻ ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഹനുമാൻ വന്നു നോക്കിയപ്പോഴത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ട സ്വാമിയായിട്ടുള്ള ശ്രീരാമൻ്റെ പെരുവലയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഹനുമാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലയെ എടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ഒരു നാഗം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു അതെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നാഗത്തിൻ്റെ അനുഗ്രഹമുള്ള, നാഗത്തിൻ്റെ വളരെയധികം മൂല്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. നാഗങ്ങൾക്ക് മുട്ട സമർപ്പിക്കുന്നത് വളരെ പ്രധാനമാണ്. നാഗദോഷ പരിഹാരത്തിനൊക്കെ ഇവിടെ കോഴിമുട്ട സമർപ്പിക്കാം. അങ്ങനെ ഒരു അത്യപൂർവമായ വഴിപാടുള്ള ക്ഷേത്രം കൂടിയാണിത്. അതുമാത്രമല്ല, വാസ്തുവിദ്യയിൽ വളരെയധികം പ്രാധാന്യമുള്ള, ശില്പകലയിൽ പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണിത്. ക്ഷേത്രക്കുളത്തിലേക്ക് ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ. പ്രഷർ കുറഞ്ഞോ?
ഞാൻ പേടിച്ചു പോയി. നമ്മളെ കൂടെ വന്ന് എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുന്ന രീതിയാണ്. ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് നമ്മുടെ രാജുവേട്ടനാണ്. പല ആംഗിളിലാണ് നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. രാജുവേട്ടൻ കണ്ടോ? ആയി നമ്മുടെ വളരെയധികം പ്രാധാന്യമുള്ള കുളത്തിലേക്ക് യാത്ര ചെയ്യാവുകയാണ്. ഇവിടെ വെളിച്ചപ്പെട്ട് അല്ലെങ്കിൽ കൽപ്പന പറയുന്നൊരു കാഴ്ചയുണ്ട്. കലശം കഴിച്ചാൽ കിട്ടിയായിരുന്നോ പണ്ടേ ഉള്ളതാണ്. എന്താണ് അതിന്റെ സങ്കല്പം? സങ്കല്പം അത് പാർവതീനെയാണ് സങ്കല്പം. ഇങ്ങനെ മകനെ കാണാൻ വേണ്ടി അമ്മ വരുന്നതെന്നാണ്. അമ്മ പാർവതിയില്ലേ അമ്മ, അങ്ങനെയാണ്. അപ്പൊ 11 മണിക്ക് അതിന്റെ പുറത്താണ്, അവിടെ ആരും പോവില്ല, ഈടിയാ വരൂ. അപ്പൊ ഇത് അത് പണ്ടേ ഉള്ളതാണ്. കലശം കഴിച്ചാൽ കെട്ടിയായിരുന്നു ഞാൻ. അത് എത്രയോ എന്ന് പറഞ്ഞാൽ അധിക ദിവസവും ഉണ്ടാവും. അപ്പൊ ആള് കുറഞ്ഞ ദിവസവും അങ്ങനെ ഉണ്ടാവില്ല, ബാക്കിയുള്ള ദിവസം എല്ലാം ഉണ്ടാവും. എന്ന് പറയാൻ വേതനം കിട്ടുന്ന നമ്മൾ കൊടുക്കുന്ന ഇതേ ഉണ്ടാവും. അതെ, ആ ബാക്കിൽ നിൽക്കുന്ന ആളാണ് കുടുംബക്കാര്. അവര് 2 കുടുംബങ്ങൾ 3 കുടുംബങ്ങളാണ് അത് ചെയ്യുന്നത്. ഈ കെട്ടുന്നയാൾക്ക് അവകാശമില്ല, ഈ കെട്ടിക്കുന്നയാക്കാൻ അവകാശം. അങ്ങനെയാണ് അവരാണ് ചെയ്യുന്നത്. എൻ്റെ പേര് പവിത്ര. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ സമീപ പ്രദേശത്തുള്ള ആളാണ്, ചെറുപ്പത്തിലേ ഇവിടെ വരുന്ന ആളാണ്. ഇനി നമ്മൾ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടുത്തെ കുളം. അതായത് ഈ കുളത്തിൻ്റെ പേര് എന്താണെന്നറിയോ? അയണി വയൽ കുളം എന്നാണ് ഈ കുളത്തെ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 75 സെൻറ്റിൽ വളരെയധികം മനോഹരമായ പടിക്കെട്ടുകളോട് കൂടിയാണ് ഈ കുളം കുഴിച്ചിരിക്കുന്നത്. തമിഴ്നാട്, കർണാടക, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ ഉള്ളതുപോലെ പടിക്കെട്ടുകളോടുകൂടിയ കിണറുകളുടെ രൂപത്തിലാണ് ഇവിടെ കുളം കുഴിച്ചിരിക്കുന്നത്. ഈ കുളം നിങ്ങൾ കണ്ടിട്ടുള്ള പല സിനിമകളിലും കാണാൻ സാധിക്കും. ക്ഷേത്രക്കുളത്തിലേക്ക് പോകും. ക്ഷേത്രക്കുളത്തിൽ നല്ല മീനുകളുണ്ട്, കാണിച്ചു തരാം കേട്ടോ. മീനൊന്ന് കൊത്തുക. ഒറ്റപ്പെട്ട് നിൽക്കുന്നേ. പെരളശ്ശേരി, നമ്മളെ പെരളശ്ശേരിയിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് കഴിഞ്ഞാൽ
ഈ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യണമെന്നാണ് പഴമക്കാർ പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെയും കൂടെ കണ്ടിട്ട് വേണം ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ. വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രം തന്നെ കേട്ടോ. ഞാൻ വിചാരിച്ചു ചെറിയ അമ്പലമായിരിക്കുന്നു. അല്ലല്ല, നമ്മളിനി അടുത്ത് പറശ്ശിനിക്കടവിലേക്കാണ് യാത്ര. ഭഗവാൻ അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഈ വഴി ഇറങ്ങി വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഡ്രിഫ്റ്റിൻ ഡൈൻ ശരിയാണെന്ന് തോന്നുന്നു. പണയസൈഡ് അപ്പോൾ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നായ്ക്കളാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. അത് ഈ ഇവിടുത്തെ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ഭഗവാൻ, ഇതാണ് നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. എന്ത് രസമല്ലേ കാണാൻ. ജലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴുക്കി നടക്കുന്ന ഒരു കട അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ തന്നെ ഒരു കൗതുകവും എന്താ പറയുക ഒരു താല്പര്യം തോന്നി. അപ്പോൾ നമുക്ക് എന്തായാലും അതിനകത്ത് കയറിയിട്ട് ഒരു ചായ കുടിച്ച് കളയാമെന്ന് വിചാരിച്ചു. നമ്മളെല്ലാവരും കൂടെ അതിനകത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഭഗവാൻ. വാ. അതുമാത്രമല്ല, നമ്മൾ എത്തിയ ദിവസം ഭയങ്കര മഴയായിരുന്നു. നമുക്ക് ചായ കുടിക്കാം. വേണ്ടത് വെച്ച് ഓർഡർ ചെയ്തോ. കൊള്ളാല്ലേ? ജലത്തിൻ്റെ മുകളിൽ നമുക്ക് ചായ കുടിക്കാം. കണ്ണവിടെ ഇരിക്കും. മറ്റേ ചേച്ചിയുടെ അവരുടെ പിന്നെ കൂട്ടുകാരി പറയല്ലേ, ഇത് വെള്ളത്തിൽ കിടക്കുകയല്ലേ, വെള്ളം ഓവറായി കഴിഞ്ഞാൽ പൊങ്ങിപ്പോയാലോ. അതെ അവനെ കണ്ടോ, ഇത് വെള്ളം കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കും. നിലവിലുള്ള വെള്ളത്തിന് അപേക്ഷിച്ച് ഇപ്പോൾ കൂടുതലെന്നാണ് പറയുന്നത്. ഷോപ്പിൽ ചോദിച്ചു. എന്താ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് കയറിയിട്ട് കുടയും പിടിച്ചിരിക്കുന്ന വ്യക്തി എന്താ. ഞാനാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിലുള്ള ആളോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഇപ്പോൾ എല്ലാ പ്രാവശ്യത്തേക്കാളും ഏറ്റവും കൂടുതൽ മഴയുള്ള അല്ലെങ്കിൽ പുഴ നിറഞ്ഞിരിക്കുന്ന സമയമാണ് എന്ന് പറഞ്ഞു. നമ്മളവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ നല്ല ചാറ്റൽ മഴയൊക്കെ കൊണ്ടു.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്തൊക്കെ ഇതിനകത്ത് കയറി ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ പറ്റുമോ. നമ്മൾ പ്യൂർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ചായയിൽ മാത്രം ഒതുക്കി. കാരണം ഇതിനകത്ത് കയറിയിരിക്കണം, അതാണ് ഉദ്ദേശം. അതാണ് ഭഗവാൻ. അങ്ങനെ നമ്മൾ ചായയുടെ കൂടെ കഴിക്കാൻ എന്താ കിട്ടുക എന്ന് ആലോചിച്ചപ്പോൾ കോളിഫ്ലവർ കൊണ്ടുള്ള എന്താ ചില്ലി ഗോപിയോ അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞു. അങ്ങനെ അത് നമ്മൾ ഓർഡർ ചെയ്തു. നല്ല മുരിഞ്ഞ ചില്ലി ഗോപി ആയിരുന്നു. അത് ഞങ്ങളിങ്ങനെ കുത്തി കഴിക്കുകയാണ്. നമ്മുടെ കണ്ണനാണെങ്കിൽ കുറേ നേരം കൊണ്ട് അതിൻ്റെ മുകളിൽ പോരാട്ടം നടക്കുന്നുണ്ട്. പക്ഷേ പാവം കണ്ണന് ആദ്യം കിട്ടിയത് കണ്ടോ, ചെറിയൊരു പീസാണ്. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ കയറി ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ മുത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ എത്തിയപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി. ഒരുപാട് അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് മുത്തപ്പൻ്റെ ദർശനമൊക്കെ കണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദമൊക്കെ കഴിച്ചു. വൻപയറും നാളികേരത്തിൻ്റെ പൂളൊക്കെ ചേർത്തിട്ടുള്ള ആ പ്രസാദമൊക്കെ നമ്മൾ കഴിച്ചു. അങ്ങനെ നമ്മൾ പറശ്ശിനിക്കടവും തൊഴുത് കഴിഞ്ഞു. സമയം ഏകദേശം 4:30 മണിയോടെ നമ്മൾ ഈ പടിക്കെട്ട് കയറി നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൽ കയറുന്നു. നേരെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ശരത് ചന്ദ്ര ശർമ്മ. വീണ്ടും കാണാം.